നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചിയിൽ ഫേസ് ഫൗണ്ടേഷൻ എന്ന പേരുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ കുറേയധികം അഴിമതികളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടത്തിയതിനെ തുടർന്ന് ഇടക്കാലത്ത് അതിലെ ഏതാണ്ട് 8ഓളം ട്രസ്റ്റിമാർ പിരിഞ്ഞുപോയി, രാജിക്കത്ത് എഴുതി വെച്ചിട്ട് പോയി. അതിന്റെ കാരണം അവർ രൂപീകരിച്ചിരിക്കുന്ന ഈ ട്രസ്റ്റിൽ TR ദേവൻ എന്ന വിളിപ്പേരുള്ള ഒരു കാട്ടുകള്ളൻ എന്ന് തന്നെ അയാളെ വിളിക്കണം. കാരണം ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ഇറക്കിയിരിക്കുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് രാഷ്ട്രീയ വനവാസത്തിന് വിരാമം, എല്ലാ സുഹൃത്തുക്കൾക്കും ശിവസേനയിലേക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ TR ദേവൻ എന്നു പേരുള്ളയാൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് ശിവസേനയിലായിരുന്നു. ശിവസേന എന്ന പേരിൽ കേരളത്തിൽ ഒരു തട്ടിക്കൂട്ട് രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി അൽറ ചില്ലറ പിരിവും ഭീഷണിയുമായിട്ടൊക്കെ നടന്നിരുന്ന ഒരു കാലം. അപ്പോഴാണ് അതിലെ വരവങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ ഫേസ് ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലത് തന്നെ എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അത് ചെയ്യുകയും ചെയ്യണം. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നൊരു പ്രമാണത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഈ TR ദേവനുമായി പരിചയമുള്ള കുറച്ച് ആളുകളെയൊക്കെ അവിടെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുന്നു, അത് വലിയ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുന്നു. ഞങ്ങൾ എല്ലാ ദിനവും അന്നദാനം നടത്തുന്ന ആളുകളാണ്, പണം പോരട്ടെ. അങ്ങനെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ പല ആളുകളും കൈയയച്ച് ഈ സംഘടനയിലേക്ക് സഹായം നൽകി. ഈ സഹായം നൽകിയപ്പോൾ ഈ വന്ന പണത്തിലെ പകുതിയിലേറെയും പല പേരിൽ ഇത് ദേവന്റെ അക്കൗണ്ടിലേക്ക് വിട്ടതിന്റെ രേഖകളുമൊക്കെ ഞങ്ങൾ നേരത്തെ വിട്ടിരുന്നു. അങ്ങനെ ഇത് വിവാദമായി കഴിഞ്ഞപ്പോ ഇതിൽ മാന്യന്മാരായ കുറച്ച് ട്രസ്റ്റികൾ ഉണ്ടായിരുന്നു. ആ ട്രസ്റ്റികളുമൊക്കെ അതിൽ നിന്ന് പിന്മാറി. ഇതിനിടയ്ക്ക് എല്ലാ സ്ത്രീ വിഷയങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല, അതൊക്കെ അവരുടെ കാര്യം. പിന്നീട് ഈ ട്രസ്റ്റിമാരുടെ കൂട്ടത്തിൽ ഒരാളെ തന്നെ പറ്റിച്ചുവെന്നും വഞ്ചിച്ചുവെന്നുമുള്ള കഥകളൊക്കെ പാട്ടാണ്, രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. സ്വർണമായും പണമായും ഒക്കെ ഒരാളെ പറ്റിച്ചതിൻ്റെയും എന്നിട്ട് മുങ്ങി നടക്കുന്നതിൻ്റെയും ഒക്കെ രേഖകളുമൊക്കെ കൈവശം വന്നിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, ഇതിനകത്ത് അമേരിക്കയിൽ നിന്നും മറ്റും അയക്കുന്ന പണം ഇത് ദേവന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അത് തെളിവ് സഹിതം പുറത്തുവിട്ടപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളെ, അയാളാണ് ഈ രേഖകൾ എനിക്ക് തന്നത് എന്ന് കരുതി അയാളെ പിരിച്ചുവിട്ടു. അതിനുശേഷം അവിടെ ക്യാമറാമാനായി വന്നിരുന്ന വിനു എന്ന് പേരുള്ള ഒരു പാവപ്പെട്ട ഒരു ക്യാമറാമാൻ കുറച്ച് ഓൺലൈൻ ചാനലൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കാര്യം ഈ കള്ളത്തരങ്ങളൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ ഈ ഓൺലൈൻ ചാനലുകൾ വേണമല്ലോ. ഇല്ലെങ്കിൽ പെയ്ഡ് ന്യൂസായി കൊടുക്കും. പെയ്ഡ് ന്യൂസായി ചില ഓൺലൈൻ ചാനലുകളുടെയൊക്കെ ആളുകളെ വിളിച്ച് അവർക്ക് സംതിങ് ഒക്കെ കൊടുത്ത് കള്ളുമൊക്കെ കൊടുത്താൽ ചിലപ്പോ എന്ത് കള്ളത്തരങ്ങളും എഴുതി വിടുന്ന ഓൺലൈൻ ചാനലുകാരും ഈ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ പിടിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഈ വിനു എന്ന് പറയുന്ന പാവപ്പെട്ട ആ ക്യാമറാമാനെ, അയാളുടെ ക്യാമറയും പിടിച്ചു വെച്ചു, അയാളെ അവിടെ നിന്നും പിരിച്ചുവിട്ടു. അയാളുടെ പേരിൽ കള്ളക്കേസും കൊടുത്തു. നേരത്തെ ഇവിടെ നിന്നും പുറത്ത് ആക്കിയ അല്ലെങ്കിൽ പുറത്തുപോയ ആ ചെറുപ്പക്കാരന്റെ പേരിലും കള്ളക്കേസുകളുടെ മുകളിൽ കള്ളക്കേസുകളാണ്. എന്തിനിങ്ങനെ പോലീസുകാർ യവനെ പോലെയുള്ളവന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ആളുകളുടെ പേരിൽ കള്ളക്കേസെടുക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പോലീസുകാർക്ക് എന്താ TR ദേവനെ കാണുമ്പോ ഒരു മനം മടുപ്പ്? TR ദേവന്റെ പേരിൽ കേസെടുക്കാൻ ഈ സംഘടനയിൽ എത്ര ലക്ഷം രൂപ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കും, എത്ര ലക്ഷം രൂപ അവിടുന്ന് വെട്ടിച്ചു മാറ്റിയിട്ടുണ്ട്, സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, സ്വന്തം അക്കൗണ്ടിലേക്ക് അയപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളും ഒക്കെ ഹാജരാക്കിയിട്ട് പോലും ഇയാളുടെ പേരിൽ ഒരു നടപടിയെടുക്കാൻ ഇതുവരെ ആരും തുനിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ നാട്ടിലെ ഈ ട്രസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ED ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമൊക്കെ തീർച്ചയായും ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങളെ
ഒന്ന് ചോദ്യം ചെയ്യണം. അവരുടെ വരവ് ചെലവ് കണക്കുകൾ ഒന്ന് അന്വേഷിക്കണം. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതിരുന്ന TR ദേവൻ ഇപ്പോ ബംഗ്ലാവായി, വലിയ കാറുകളായി, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളെന്ന് സ്വയമേ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ജോലി എന്താണ്? അന്നദാനം എന്ന പേരിൽ ആളുകളെ പറ്റിക്കുന്ന പരിപാടി. ഈ പറ്റിക്കുന്നത് മറ്റാരെയുമല്ല, എവരെ കാണിച്ചിട്ട് വിദേശങ്ങളിൽ നിന്ന് വരുന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി അതുകൊണ്ട് ജീവിതം നയിക്കുന്ന ഈ ദേവൻ എന്ന് പറഞ്ഞയാൾ. അന്ന് ഞാനൊരു വാർത്ത ചെയ്തപ്പോ ഇവിടെ പ്രശ്നങ്ങളെല്ലാം പൊങ്ങി വന്നപ്പോ ഇയാൾക്ക് തുള്ളൽപ്പനിയായിരുന്നത്രേ. അതങ്ങനെയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനൊക്കെ വരുമ്പോ പെട്ടെന്ന് തുള്ളൽപ്പനി വരും. കൊടുങ്ങല്ലൂർ കാവിലമ്മ പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറും, അവിടെ തുള്ളും, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും. ദാസന്മാരെല്ലാം കാണാൻ ചെല്ലും. ഇപ്പോഴും എവനെ പോലെയുള്ള ആളുകളെയൊക്കെ വിശ്വസിച്ച് ഈ സംഘടനയിലും ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ വിളിക്കുമ്പോൾ ഓടിപ്പോകാൻ നിൽക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇത് വലിയൊരു ആത്മഹത്യയുടെ വക്കിലേക്കുള്ള പോക്കായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും. കാരണം നിങ്ങളുടെ പേരിനും സ്വത്തിനുമൊക്കെ കളങ്കം ചാർത്താനും നിങ്ങളെയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുമൊക്കെ ഇവരെ പോലെ കഴിവുള്ള ആളുകൾ ഈ നാട്ടിൽ പല സംഘടനകളിലും വിരാജിക്കുന്നു. ഇത് ബാക്കിയുള്ള തെളിവുകൾ സഹിതം വീണ്ടും തുടരും.